എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ആകെ പ്രശ്നത്തിലായിരിക്കുന്ന ചോനെയാണ്. അനിയത്തി മെയ് കാരണം റിന്നിന് അപായം സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷെ ചോൻ കറക്റ്റ് അതിൽ ഇടപെട്ടതുകൊണ്ട് റിന്നിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചെങ്കിലും ഇതിന് പിന്നിൽ മെയ്യും മെയ്യുടെ കൂട്ടാളിയായ ഒരു പയ്യനും ആയിരുന്നല്ലോ. ആ പയ്യനെ പിടികൂടിയിട്ടും ചോനിന് അനിയത്തിയെ രക്ഷപ്പെടുത്താനായി വെറുതെ വിടേണ്ടി വരുന്നുണ്ട്. അപ്പോഴേക്കും കാസയും ചായത്തും അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഉപദ്രവിച്ച ആളെ രക്ഷപ്പെടുത്തി ചോൻ വിട്ടതിന്റെ പേരിൽ ചോനാണ് അപ്പൊ തന്നെ അറ്റാക്ക് ചെയ്യാനായി ശ്രമിച്ചതെന്നല്ല ഭയങ്കരമായി അവിടെ റിൻ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ചായത്ത് ഒരുവിധം അവിടെ നിന്ന് റിന്നിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് സത്യം തുറന്നു പറയാൻ സാധിക്കാതെ മിണ്ടാതെ നിൽക്കുകയാണ് ചോൻ. കാരണം അവളിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനീതി പ്രശ്നത്തിലാവും. എന്തിനാണ് സത്യത്തിൽ മെയ് ഇതിന് പുറപ്പെട്ടതെന്ന് പോലും അറിയില്ല. എന്തായാലും അനീതിയല്ലേ, രക്ഷപ്പെടുത്തിയല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ ചോൻ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും മെയ് ആകെപ്പാടെ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവളൊരു പബ്ബിൽ അങ്ങനെ ഫിറ്റ് ആയിരുന്നപ്പോഴാണ് അവളിങ്ങനെ മെയ്യും കൂട്ടാളിയും കൂടി ചേർന്ന് വണ്ടിയിൽ കയറ്റി തട്ടിക്കൊണ്ട് പോകാനായി ശ്രമിച്ചത്. എന്തായാലും ആ ഒരു അവസ്ഥയിൽ റിൻ ഉണ്ടായിരുന്നത് കൊണ്ടാകാം. എന്തായാലും അവൾ പറയുന്ന ഒന്നും തന്നെ ചായത്തോ കാസയോ വിശ്വസിക്കുന്നേ ഇല്ല. കാരണം ഒന്നാമത് ചോൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. പിന്നെ റിന്നിന് ചോനിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് എന്തും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുമല്ലോ. അങ്ങനെ പിന്നീട് അടുത്ത ദിവസം ചോനെയും മകനെയും തന്റെ കൂടെ പുറത്തേക്ക് വരാനായി ചായത്ത് വിളിക്കുന്നുണ്ട്. ആ ഒരു കുഞ്ഞിന്റെ പേരും പറഞ്ഞ് വിളിക്കുമ്പോ കുഞ്ഞിന് ഇങ്ങനെ ചെറിയൊരു ട്രീറ്റ് നൽകാനാണെന്നൊക്കെ പറഞ്ഞ ചായത്തിന്റെ ആ ഒരു ഇൻവിറ്റേഷൻ ചോനിന് നിരസിക്കാനായി സാധിക്കുന്നില്ല. അവളൊരു റെസ്റ്റോറന്റിലേക്ക് കുഞ്ഞുമായി പോകുന്നുണ്ടെങ്കിലും ചായത്ത് കുഞ്ഞിന് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിച്ചു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് അവിടെ വെച്ച് കൊടുക്കുമ്പോഴോ ഒന്നും തന്നെ കുഞ്ഞിന്റെ മുഖത്ത് വലിയ സന്തോഷമില്ല. പക്ഷെ ഇവരിങ്ങനെ പോയിരിക്കുന്ന അറിഞ്ഞ് കാസ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കാസയെ കണ്ട് കുഞ്ഞ് ഓടിച്ചെന്ന് അങ്കിളെന്നൊക്കെ വിളിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് ചായത്തൊട്ടും ഇഷ്ടമില്ലാതെ നോക്കിയിരിക്കുകയാണ്. നാളെ ഇവൻ ആഗ്രഹിക്കുന്ന കണക്ക് ചോനിനെ വിവാഹം ചെയ്യുമ്പോൾ കുഞ്ഞിനെയും നോക്കേണ്ടതല്ലേ. അപ്പൊ ആ ഒരു രീതിക്കാണ് അവൻ അതിനെ കാണുന്നുള്ളൂ. അല്ലാതെ ഇത് തന്റെ കുഞ്ഞാണ് എന്ന ഒരു രീതിക്കോ അല്ലെങ്കിൽ അന്ന് തന്റെ കൂടെ റൂമിൽ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് ഇവൾ എന്ന ആ ഒരു രീതിയോ അവൻ അറിയില്ല. എന്തായാലും ചായത്തിങ്ങനെ കാസയും കുഞ്ഞും തമ്മിലുള്ള അടുപ്പം കണ്ട് അപ്സെറ്റ് ആയി നിൽക്കുമ്പോൾ സാരയില്ല പതിയെ ചായത്തുമായിട്ടും കുഞ്ഞ് അടുക്കുന്നെല്ലാം ചോൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് കാസ ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യുന്ന ടീം സത്യം പറ, നിനക്ക് ചായത്തിനും ഇടയിൽ എന്താ ബന്ധം? ഒരിടയ്ക്ക് നീ കുഞ്ഞിനെ ചായത്ത് കാണരുതെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കുഞ്ഞുമായിട്ട് അവന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോകുന്നു. എന്തോ ഉണ്ട്, നീ കള്ളം പറയണ്ടെന്നൊക്കെ അവൻ പലതവണ അവളോട് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നും പറയുന്നില്ല. എന്തായാലും ചായത്തിനോടുള്ള തന്റെ പഴയ കാര്യങ്ങളൊക്കെ കാസ പുറകെ നടന്ന് കണ്ടുപിടിക്കുന്ന മറ്റുണ്ട്. കൂടാതെ കമ്പനിയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ ആവുന്നുണ്ടല്ലോ. തന്റെ പേരും പറഞ്ഞ് ചായത്തിനും റിന്നിനും ഇടയിൽ പ്രശ്നം ആവരുത് എന്നിങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചു കൊടുക്കും. ആ കമ്പനി ജോലിക്ക് പോകണ്ടെന്ന് കരുതി അച്ഛൻ ജോലി ചെയ്യുന്ന കാസ സ്ഥിരമായി എത്താറുള്ള ഒരു റെസ്റ്റോറന്റിൽ തന്നെ ഇപ്പോ ചോൻ ജോലിക്ക് ചേരുന്നുണ്ട്. ഇതേ ടീം അവൾ കമ്പനിയിൽ നിന്ന് മാറുന്നു എന്ന ആ ഒരു കാര്യം അറിഞ്ഞ് ചായത്ത് നേരെ അവിടെ ചെന്ന് അവളെ കണ്ട് നീ ഇവിടെ ജോലി ചെയ്യണ്ട, എന്റെ കമ്പനി വാന്ന് പറഞ്ഞ് ചായത്തിന്റെ കമ്പനി വർക്ക് ചെയ്യണ്ട, തന്റെ കമ്പനിയിലേക്ക് വരാനായി അവളോട് കൺവിൻസ് ചെയ്തോണ്ടിരിക്കുമ്പോഴേക്കും കാസ അങ്ങോട്ടേക്ക് എത്തുന്നു. കാസയെ കണ്ടപാടെ ചായത്ത് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അവളിപ്പോഴും എന്റെ സ്റ്റാഫ് തന്നെയാ, ഞാൻ അവളുടെ റെസിഗ്നേഷൻ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. രണ്ടാമത്തേത്, ഞാൻ സ്ഥിരമായി വന്ന് ഫുഡ് കഴിക്കുന്ന റെസ്റ്റോറന്റ് ആയത്, ഫുഡ് കഴിക്കാനായിട്ട് വന്നതാ. എന്തായാലും ചോൻ എന്റെ സ്റ്റാഫ് തന്നെ ആയിരിക്കും, അവളെ വേറെ ആരുടെയും കമ്പനിയിൽ വർക്ക് ചെയ്യാനായി ഞാൻ വിടില്ല എന്നല്ല കാസ ചായത്തിനോടും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെയും തനിക്ക് ഇവര് സൗകര്യം തരില്ലേന്ന് അവളാകെ പെട്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചായത്ത് എവിടെ പോകുന്നു, കാസ എവിടെ പോകുന്നു എന്ന് സീഡിപ്പടി നടത്തി റിൻ അവളുടെ ആ ഒരു ആക്ട്രസ് ഫ്രണ്ടുമായി വരുന്നു. കാസയും ചായത്തിനെയും ചോനെയും കണ്ട് ഇവിടെ മൂന്നെണ്ണം ഒന്നിച്ചാണല്ലോ എന്ന് ദേഷ്യം വരുന്ന റിൻ അവിടെ ഫ്രണ്ടിന്റെ കൂടെ ചേർന്ന് ചോനെ ചുമ്മാ അവഹേളിക്കുമ്പോ ചോൻ പക്ഷെ മിണ്ടാതിരിക്കുന്നില്ല. ഓഫീസില് മിണ്ടാതിരുന്ന കണക്ക് ഇവിടെ എന്നെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ മിണ്ടാതിരിക്കില്ല എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും അവർ അവളോട് പെരുമാറിയ അതേ നാണയത്തിൽ തന്നെ ഇപ്പൊ അവൾ മറുപടി കൊടുക്കുമ്പോ അവരാകെപ്പാടെ ഷോക്കായി പോകുന്നുണ്ട്. ആക്ച്വലി അവർ മാത്രമല്ല കാസയൊക്കെ ഒരു പാവം പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കുന്ന ചോനിന് ഇങ്ങനെയും റിയാക്ട് ചെയ്യാൻ അറിയാമോ എന്ന് ഞെട്ടിപ്പോകുന്നുണ്ടായിരുന്നു. എന്തായാലും ചോനിന്റെ അടുത്ത് നിന്ന് അത്തരത്തിലൊരു റിയാക്ഷൻ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ലാതിരുന്ന റിന്നും കൂട്ടുകാരിയും അവിടെ നിന്ന് വേഗം എസ്കേപ്പ് ആവുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് കൂടുതൽ മേടിച്ചു കൂട്ടണ്ടെന്ന് കരുതി. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ചോൻ റിയാക്ട് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇങ്ങനെയൊക്കെ അവർ ഇവിടെ വന്നു അവളോട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തിരിച്ച് റിയാക്ട് ചെയ്യണമെന്ന് അവളുടെ ഉള്ളിലുള്ള വെറും ആഗ്രഹം മാത്രമാണ്. അവൾ അങ്ങനെ ഒന്നും റിയാക്ട് ചെയ്തില്ല. എന്തായാലും അവൾ ഇവർ പറയുന്നത് കേട്ടിട്ടും ഇവിടെ ഒരു പ്രശ്നം ആവണ്ട, താനിപ്പോ ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിൽ പിന്നെ അന്ന് മുതലാളി വന്ന് അച്ഛനെ വഴക്ക് പറഞ്ഞ കണക്ക് തന്നെ വഴക്ക് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണ്ടെന്ന് കരുതി അവൾ ഒന്നും മിണ്ടാതെ ഇത് കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കാണ്. എന്തായാലും അപ്പോഴേക്കും ചായത്ത് വന്ന് അവിടെ നിന്ന് റിന്നിനെ കൂട്ടിക്കൊണ്ടുപോയി തനിയെ സംസാരിക്കുന്നു. നീ എന്തിനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മുടേത് ജസ്റ്റ് ഒരു ഫേക്ക് മാരേജ് മാത്രമായിരിക്കും, അതിനുശേഷം നമ്മൾ പിരിയും, ഞാനപ്പോ ചോനെ വിവാഹം ചെയ്യും. നീ പിന്നെ എന്തിനാ ഇപ്പൊ അവളോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എനിക്ക് ഇഷ്ടമല്ലെന്നില്ല ചായത്ത് പറയുമ്പോഴും പക്ഷെ അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാനായി റിൻ തയ്യാറല്ലാത്ത പോലെ. അവൾക്ക് കാസയും ചായത്തിനെയും ഈ ചോൻ കാരണം നഷ്ടപ്പെടുമോ എന്നൊരു പേടിയുള്ള കണക്കുണ്ട്. എന്തായാലും അന്ന് കമ്പനിയിൽ നിന്ന് ചോൻ പോയിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കുന്ന കാസയുടെ അച്ഛൻ അവളെ വിരട്ടി കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിടാനായി ഒരു ശ്രമം നടത്തുന്നുണ്ട്. അവൾ ആക്ച്വലി കമ്പനിയിൽ നിന്ന് പോയതാണ്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാതെ കാസ തന്നെ അവളെ വീണ്ടും തിരിച്ച് കമ്പനിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്തായാലും ഇപ്പോഴും ചോനാകെ പ്രശ്നത്തിലാണെന്ന് അറിഞ്ഞ് കാസ തന്നെ അവിടേക്ക് എത്തി അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നിൽ അച്ഛനാണെന്ന് മനസ്സിലാക്കുന്നവൻ നേരെ അവളുമായി അച്ഛനെ കാണാനായി പോവുകയും അവളുടെ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് ഇവളെന്റെ ഗേൾ ഫ്രണ്ട് ആണ്, ഇവളെന്റെ കൂടെ കമ്പനി കാണും, അവളെ വെറുതെ പറഞ്ഞു വിടാനായി ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞ് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് തന്നെ അങ്ങനെ അവളെ ചേർത്ത് പിടിച്ച് സംസാരിച്ചു
സംസാരിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അത് അച്ഛനും അമ്മയ്ക്കും വലിയൊരു ഷോക്കായിരുന്നു. എന്തായാലും അന്ന് ജോലി സംബന്ധമായ ചില കാര്യങ്ങൾക്ക് തന്റെ കൊളീഗിന്റെ കൂടെ പുറത്തു പോകുന്ന ചോൻ വീണ്ടും മേയെയും കോണിനെയും കാണുന്നു. ആക്ച്വലി ഇത് ചോന്റെ വെറും കൊളീഗ് മാത്രമല്ല, മുന്നേ ഇവർ രണ്ടുപേരും കൂടിയാണ് മേയെയും കോണിനെയും ഒന്നിച്ച് കണ്ടതും. ചോന്റെ ഈ കൊളീഗ് മിസ്റ്റർ ലീ ചോന്റെ പണ്ട് മുതലേ ഉള്ള ഒരു സുഹൃത്തും കൂടിയാണ്. ഒപ്പം തന്നെ മെയ്യെയും അറിയാം. മെയ്യുടെ കൂടെ പഠിച്ച ഒരാളായിരുന്നു. പണ്ടുതൊട്ടേ മെയ്യോട് അയാൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആ മെയ് ഇപ്പോ ഇതുപോലെ കോണിന്റെ സൈഡ് ചിക്ക് കണക്ക് നടക്കുന്നത് അവന് തീരെ സഹിക്കുന്നേയില്ല. അവൻ അതിന്റെ പേരിൽ കോൺ ആള് ശരിയല്ല എന്നറിയാവുന്നത് കൊണ്ട് അത് വെട്ടി തുറന്നു പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എന്തായാലും അവിടെ ആ കാര്യം പറഞ്ഞ് തോണിനും ലീക്കും ഇടയിൽ അടിയാവുമ്പോഴേക്കും ലീയെ ഒരുവിധമാണ് അവിടെ നിന്ന് ചോൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ലീക്കാണെങ്കിൽ ഭയങ്കര സങ്കടമുണ്ട്. അവന് ഇഷ്ടമുള്ള മെയ് ഇതുപോലെ ഇങ്ങനെ വഴിതെറ്റി നടക്കുന്നതിന്റെ പേരിൽ ചോണിനും സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? മെയ് പറഞ്ഞാൽ കേൾക്കണ്ട. എന്തായാലും ഈ ഒരു ടീം ലീ അവിടെ നിന്ന് കൊണ്ടുപോകാനായി. അപ്പൊ അവളെ അച്ഛൻ മുന്നേ അറ്റാക്ക് ചെയ്ത് ആ ഒരു കാര്യം കൊണ്ട് വീണ്ടും ഇനി അച്ഛൻ ഉപദ്രവിക്കാൻ നോക്കുക എന്ന പേടിയിൽ കാസ വിളിച്ച് സുഖവിവരം തിരക്കുമ്പോൾ അവനോട് അവൾ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. ലീ ഇങ്ങനെ പരിക്കേറ്റിരിക്കുകയാണ്, അവനിപ്പോ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് ഒരു സ്ഥലമില്ലാന്ന്. ഇത് കേൾക്കുന്ന കാസ അവൻ താമസിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ലീയെ കൊണ്ടു ചെല്ലാനായി പറയുന്നു. കൂടാതെ ചോനു ഇന്ന് അവിടെ തന്നെ നിൽക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അച്ഛൻ വീണ്ടും വാശപ്പുറത്ത് വല്ലതും ചെയ്യുമോന്ന് കാസയ്ക്ക് പേടിയുണ്ട്. അങ്ങനെ ഇവരങ്ങോട്ടേക്ക് ഒന്നിച്ച് പോകുന്ന കാഴ്ച റിൻ കാണുന്നുണ്ട്. കാസയുടെ താമസ സ്ഥലത്തേക്ക് തന്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടി ചോൻ പോകുന്നെന്ന രീതിക്ക് റിൻ അത് കണ്ട് വേഗം തന്നെ കാസയുടെ അമ്മയെ വിളിച്ചറിയിക്കുന്നു. ലീ ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവന്റെ ദേഹത്തെ ഡ്രസ്സൊക്കെ ഊരിക്കളയാണ്. ഇത് കണ്ട് ചോനാകട്ടെ നീ എന്തേ കാണിക്കുന്നേ, ഇത് നിന്റെ വീടൊന്നും അല്ല, ചുമ്മാ അടങ്ങിയിരുന്നെന്ന് പറഞ്ഞ് അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് കാസയുടെ അമ്മ എത്തുകയും കാസയുടെ അമ്മയെ കൂട്ടി കാസയുടെ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് റിൻ പോകുന്നുണ്ട്. അവള് ശരിയായ ഒരു പെണ്ണയല്ല, അവൾ ഒരു തല്ലിപ്പൊളിയാ. എന്റെയും ചായത്തിന്റെ ഇടയിൽ അവൾ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കി. ഇപ്പോൾ കാസയുടെ ലൈഫ് വെച്ച് കളിച്ചോണ്ടിരിക്കുക. ആന്റി കണ്ടില്ലേ, അവൾക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്, കാസ അറിയാതെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്ക് അവനെ കൊണ്ടുവന്നിരിക്കുക അവളെന്നൊക്കെ പറഞ്ഞു റിൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ വേറെ ഡോറിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴേക്കും കാസയുടെ അമ്മയുടെ കയ്യിൽ ഓൾറെഡി ഒരു താക്കോൽ ഉണ്ടായിരുന്നു. അവരതുകൊണ്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അകത്തേക്ക് ചെല്ലുമ്പോൾ കട്ടിലിൽ ആരോ മൂടി പുതച്ച് കിടക്കുന്ന കണക്കുണ്ട്. കാസയുടെ അമ്മ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റി ചോൻ അയ്യോ ആന്റി ഇതപ്പോ ഒന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോഴേക്കും നീ ഇവിടെ നടത്തുന്ന പരിപാടി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത്, എന്റെ മോനെ പറ്റിക്കാതെ നീ വിചാരിച്ചോ എന്ന് പറഞ്ഞവർ ആരാണ് അവളുടെ കൂടെ ഈ ബെഡ്ഷീറ്റിനടിയിലുള്ളതെന്ന് ഇപ്പൊ കാണണമെന്നും പറഞ്ഞ് ബഹളം വെക്കുമ്പോഴേക്കും ബെഡ്ഷീറ്റ് മാറ്റി പുറത്തേക്ക് എത്തുന്നത് മറ്റാരും അല്ല കാസയാണ്. ഇത് കണ്ട് റിന്നും കാസയുടെ അമ്മയും ആകെ ഷോക്കാവുന്നു. അവനാകട്ടെ അമ്മ എന്ത് ഇങ്ങനെ വന്നത്, അമ്മ ഞാനൊരു മുതിർന്ന പയ്യനല്ലേ, എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അപ്പൊ ഞങ്ങള് ഒന്നിച്ചുള്ള റൂമിലേക്ക് ഇങ്ങനെ ഇടിച്ചു കയറി വരുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോഴേക്കും നീ എപ്പോഴും ഇവിടെ വന്നത്, ഇവളുടെ കൂടെ വന്നത് വേറൊരു പയ്യനായിരുന്നല്ലോ, ഞാനത് കണ്ടു കാണല്ലോ എന്നൊക്കെ റിൻ പറയുമ്പോഴാണ് കാസ ചിരിക്കുന്നത് നമ്മൾ കാണുന്നത്. ആക്ച്വലി ഇങ്ങോട്ടേക്ക് ലീയം കുട്ടി വരാനേ ചോനോട് കാസ പറഞ്ഞ ശേഷം അവനും ഇങ്ങോട്ടേക്ക് വരായിരുന്നു. അതേ ടീം റിൻ ആകട്ടെ ഇവരെ കാണുന്നതും അവൾ വേഗം തന്നെ കാസയുടെ അമ്മയെ ഫോൺ ചെയ്യുന്നതും അവൻ മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവിടേക്ക് എത്തിയ കാസയുടെ അമ്മയെ പിക്ക് ചെയ്യാനായി റിൻ മാറുന്ന ഗ്യാപ്പിന് അവന്റെ റൂമിലേക്ക് ഓടി വന്ന് കയറി. ഇങ്ങോട്ടേക്ക് റിന്നും അമ്മയും വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പണി കൊടുക്കാൻ വേണ്ടി കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തതാണ്. എന്തായാലും റിൻ ആകെ പാടെ ചമ്മുന്നുണ്ട്. റിന്നിന്റെ വാക്ക് കേട്ട് ഇവിടെ വന്നു കയറി ഇങ്ങനെയൊക്കെ കാണേണ്ടി വന്നല്ലോ എന്ന് കാസയുടെ അമ്മയ്ക്കും ആകെ ചമ്മല്. എന്തായാലും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് ഇപ്പൊ കാസ ചോനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ വെറുതെ അവളെ ഇവർ തെറ്റിദ്ധരിച്ചേനെ. എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചോന്റെ സേഫ്റ്റിക്ക് വേണ്ടിയും ചോൻ എന്തായാലും തന്റെ ഗേൾ ഫ്രണ്ടായി തന്റെ ഫാമിലിയുടെ മുന്നിൽ തന്നെ ഇപ്പോ അറിയപ്പെടുന്നത് കൊണ്ടും ചായത്തിന്റെയും റിന്നിന്റെയും കല്യാണം ഒരു പ്രശ്നമില്ലാതെ ചോന്റെ പേരിൽ ഒരു വഴക്ക് അവർക്കിടയിൽ ഉണ്ടാവാതെ കഴിയാൻ വേണ്ടിയും ഒക്കെ കൂടി കാസ ഇപ്പൊ ചോനെ കൺവിൻസ് ചെയ്ത് അവന്റെ കൂടെ താമസിപ്പിക്കുന്നുണ്ട്. കൂടെ കുഞ്ഞുമുണ്ട്. കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ചോന്റെ കൂടെ കാസയും ഒന്നിച്ചിങ്ങനെ ഇവിടെ ഒരു വീട്ടില് താമസിക്കാൻ കഴിയുന്നതിന്റെ പേരിൽ. അതുകൊണ്ട് കുഞ്ഞ് ജോലി കഴിഞ്ഞ് കാസ വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരുപാട് തിങ് അവന്റെ കൂടെ കളിച്ച് സംസാരിച്ചു ഇരിക്കുന്നു. ഇവൻ ചോൻ കുളിക്കാനൊക്കെ പോകുമ്പോൾ കാസയാണ് കുഞ്ഞിനെ നോക്കുന്നതൊക്കെ. എന്തായാലും അവളുടെ കുളി കഴിഞ്ഞ് വരാനായി വെയിറ്റ് ചെയ്തിരുന്ന് കുഞ്ഞു ഉറങ്ങിപ്പോകുന്നുണ്ട്, കാസ ഉറങ്ങിപ്പോകുന്നുണ്ട്. തുടർന്ന് അവൾ അവനെ തട്ടി വിളിക്കുന്നു. അതിനുശേഷം കുഞ്ഞിനെ ബെഡിൽ കിടത്തി ഇവർ തനിയെ ഇരുന്ന് സംസാരിക്കുകയാണ്. കാസ ഇതുവരെ ചോനോട് ചോദിക്കാതിരുന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരാണ് കുഞ്ഞിന്റെ അച്ഛൻ എന്ന കാര്യം. അത് കേൾക്കുന്നവൾ എനിക്കൊരു റിലേഷൻഷിപ്പ് വഴി അങ്ങനെ ഉണ്ടായ കുഞ്ഞൊന്നും അല്ല, ഇതൊരു അബദ്ധത്തില് സംഭവിച്ച കാര്യമാണ്. പക്ഷെ അവനാണ് ഇപ്പൊ എന്റെ ലൈഫിന്റെ എല്ലാം ഞാൻ ജീവിക്കുന്നത് തന്നെ അവന് വേണ്ടിയാണെന്നല്ല കുഞ്ഞിനെ പറ്റി ഒരുപാട് സ്നേഹത്തോടു കൂടി ചോൻ പറയുമ്പോ ആരാണെന്ന് അറിയില്ലേ, എന്തായിരുന്നു ആ ഒരു സിറ്റുവേഷൻ എന്നല്ല കുറച്ചുകൂടെ ഡീപ്പായി കാസ തീർക്കുമ്പോഴേക്കും ചോൻ പെട്ടെന്ന് അതിന് ഉത്തരം പറയാതെ ഇങ്ങനെ ഇരിക്കുമ്പോ അപ്പോ ഇനി അയാൾ എന്തെങ്കിലും ലൈഫിലേക്ക് മടങ്ങി വന്നാൽ അയാളുടെ കൂടെ കുഞ്ഞുമായിട്ട് നല്ലൊരു ലൈഫ് ലീഡ് ചെയ്യാനാണോ നിന്റെ ആഗ്രഹം എന്ന് വീണ്ടും അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ഉത്തരവും അവൾ കൊടുക്കുന്നില്ല. കാരണം അവൾ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പ്രത്യേകിച്ച് ഇവൻ അറിയുന്നില്ലല്ലോ ഇത് ചായത്തിന്റെ കുഞ്ഞാണെന്ന കാര്യം. എന്തായാലും അന്ന് രണ്ടുപേർക്കും കുറച്ചധികം വർക്ക് ഉണ്ടായിരുന്നു. കുറച്ചു നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞ് കാസ അവന്റെ റൂമിൽ പോയി കിടന്ന് കുറെ കഴിഞ്ഞിട്ടാണ് തന്റെ വർക്കൊക്കെ തീർത്ത് അവന്റെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഫയലും കാര്യങ്ങളും കൂടി അടുക്കി വെച്ച് ചോൻ ഉറങ്ങാനായി പോകുന്നത്. കുറെ രാത്രി ആയിരുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു, ടയേർഡും ആയിരുന്നു. അതുകൊണ്ട് നേരെ കുഞ്ഞു കിടക്കുന്ന അവൾക്ക് കൊടുത്ത റൂമിലേക്ക് പോവാതെ അബദ്ധവശാൽ കാസ കിടന്നുറങ്ങിയ അവന്റെ റൂമിലേക്ക് ചെന്ന് അവൾ കിടക്കുന്നുണ്ട്. കിടക്കുമ്പോഴും അവളത് ശ്രദ്ധിക്കുന്നേയില്ല. അവന് ഒട്ടും അറിഞ്ഞില്ല. എന്തായാലും ഉറക്കത്തിന്റെ ഇടയിൽ അവൻ അറിയാതെ അവളുടെ ദേഹത്ത് കൈയിടുകയും കിസ് ചെയ്യുന്ന കണക്ക് അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുമ്പോൾ അവൾ തട്ടി മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ഒടുക്ക രക്ഷയില്ലാതെ വരുമ്പോൾ ഒരു ചവിട്ടി വേഗം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അവനെന്തായാലും
എന്തായാലും കട്ടിലേന്ന് താഴെ വീഴുന്നതും ഇവൾ ഓടിപ്പോകുന്നതും ഒരേ ടീം ആയതുകൊണ്ട് തന്നെ അവൾ പോയത് അവൻ അറിഞ്ഞേയില്ല. പക്ഷെ താഴെ വീണ എന്റെ നല്ല നടുവേന അടുത്ത ദിവസം രാവിലെ എണ്ണിക്കുമ്പോ ഉണ്ടായിരുന്നു. കാസയുടെ വരവ് കണ്ട് എന്ത് പറ്റി ഞങ്ങൾ എന്നെല്ലാം കുഞ്ഞു തിരക്കുമ്പോഴേക്കും അത് കേട്ട് ചോറിന് ചീതി വരുന്നുണ്ടായിരുന്നു. എന്തായാലും അന്ന് ഇവർ ഒന്നിച്ചുള്ളപ്പോ ആ ഒരു അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് ചായത്തി എത്തുന്നുണ്ട്. ചായത്തി കാര്യങ്ങൾ അറിഞ്ഞു തന്നെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതാണ്. പക്ഷെ കുഞ്ഞോ ചോനോ അവിടെ നിൽക്കുന്നത് ചായത്തിന് ഇഷ്ടമല്ല എന്ന് അറിയാമെങ്കിൽ പോലും അത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാവാതെ കാസ ഇവൾ എന്റെ ഗേൾ ഫ്രണ്ട് ആണ്, ഇത് എന്റെ ഗേൾ ഫ്രണ്ടിന്റെ കുഞ്ഞു, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കുമെന്ന് പറഞ്ഞ് ചായത്തിന് അവിടെ നിന്ന് മടക്കി വിടുന്നു. എന്തായാലും പിന്നീട് അന്ന് രാത്രി ആവുമ്പോഴേക്കും കാസയുടെ അടുത്തേക്ക് കച്ച എത്തുന്നുണ്ട്. കച്ചയാണെങ്കിൽ ഇപ്പൊ ഒരു സെലിബ്രിറ്റി ആണല്ലോ. അവന് പക്ഷെ സെലിബ്രിറ്റി ലൈഫ് കാരണം ഒരു ഫ്രീഡം ഇല്ല, പ്രൈവസി ഇല്ല, ഒരു ഹാപ്പിനെസ് ഇല്ല. ഇഷ്ടമുള്ളിടത്തേക്ക് ഫ്രീ ആയിട്ടൊന്നും പോകാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ള ആൾക്കാരെ ഒന്നും ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. എല്ലായിടത്തും സെലിബ്രിറ്റി ആയതുകൊണ്ട് ആരാധകരുടെ തിക്കും തിരക്കും കാരണം ഒരു പ്രൈവസി ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അതൊക്കെ ഒരു കാര്യമാണോ? സങ്കടം തോന്നുമ്പോ ഡ്രിങ്ക്സ് എടുക്കുക, ഇങ്ങനെ അങ്ങ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു ആക്ഷൻ കാണിച്ച് ചോൻ അവിടെ ഡ്രിങ്ക്സ് ഒരു പ്രത്യേക രീതിയിൽ കുടിക്കുന്ന സ്റ്റൈല് കാണിച്ച് കച്ചയെ ചിരിപ്പിക്കുന്നുണ്ട്. അവനും അത് തന്നെ ഇമിറ്റേറ്റ് ചെയ്ത് അവിടെ പൊട്ടിച്ചിരിക്കുമ്പോ ഇത് കണ്ട് ഇത് നിങ്ങൾക്ക് രണ്ടിനും വട്ടാണോന്ന് മട്ടില് കാസ ഇരിക്കാണ്. എന്തായാലും ചോൻ ചെയ്തു കൊടുത്ത ആ ഒരു കാര്യം കച്ച ഇമിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ടീമാണ് അവന്. ഇത് മുന്നേ ആരോ പറഞ്ഞു കണക്കുണ്ടല്ലോ എന്ന് ഇങ്ങനെ ഒരു തോന്നൽ വരുന്നത്. അവൻ ആലോചിക്കുമ്പോ വർഷങ്ങൾക്ക് മുന്നേ ഒരു 6 വർഷത്തിന് മുന്നേ ആണല്ലോ ചോന്റെ ലൈഫ് മാറ്റിമറിച്ച ആ ഒരു സംഭവം പബ്ബിൽ വെച്ചുണ്ടാവുന്നത്. അന്ന് ചോൻ അവിടെ ബ്രേക്കപ്പിന്റെ സങ്കടത്തിന് ഡ്രിങ്ക്സ് അടിക്കാനായി പോയപ്പോ അവിടെ കാസയും ചായത്തും ഈ കച്ചയുണ്ടായിരുന്നു. കച്ച അന്നൊന്നും സെലിബ്രിറ്റി ആയിട്ടില്ല, അവൻ കരിയറിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. അവൻ ആ ഒരു ടീം ഇതുപോലെ ഡെസ്പായിരിക്കുമ്പോ അവൻ ആരാ എന്താണെന്ന് അറിയില്ലെങ്കിലും ചോൻ അവനോട് അവൾ ഡ്രിങ്ക്സ് അടിച്ച് അവിടെ ഇരിക്കുമ്പോ സംസാരിച്ച് കമ്പനി ആവുകയും ഇതുപോലെ ഡ്രിങ്ക്സ് അടിക്കുന്നതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേ ചുമ്മാ ചിരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ അന്ന് ഇവർ ഒന്നിച്ച് സെൽഫി എടുത്തിരുന്നു കച്ച അവന്റെ മൊബൈലിലും. ഇപ്പൊ ആ കാര്യങ്ങൾ ആലോചിക്കുന്നവൻ ഇവൾ ആ പെൺകുട്ടിയാണോ? പക്ഷെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടല്ലോ. എങ്കിലും ആ പെൺകുട്ടിയുടെ അതേ മാനറിസംസ് ഉണ്ട് ഇവൾക്ക്, അതേ കണക്ക് സംസാരിക്കുന്നു, അതേ കാര്യങ്ങൾ പറയുന്നു. അവളായിരിക്കും ഇവള്. ആ പഴയ ഫോട്ടോ ഒന്ന് തപ്പിയെടുത്ത് പരിശോധിക്കണമെന്ന് അവന് തോന്നുന്നുണ്ട്. അവൻ എങ്ങാണോ അത് തപ്പി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോനിന്റെ ബാക്കി കാര്യങ്ങൾ എന്തായാലും കാസ അറിയുന്നതായിരിക്കും അല്ലെ. അത് പുറത്തു വരുമോ, ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.